ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ്. ഞാൻ എം ജെ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും 2-3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. സോ എന്ത് ചെയ്യുക, വീഡിയോ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. സോ എന്ത് ചെയ്യുക, വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാടുന്ന ഏതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു തരാൻ നോക്കാം. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. എടാ, അപ്പൊ നമ്മൾ എന്താണ് എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും പാഠം മൊത്തം ഉണ്ടല്ലോ. ഇതെല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം നമുക്ക് നോക്കാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? വൺ വേർഡ് ആയിട്ട് ജെ തോമസൺ എന്ന് ചോദിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2 നിങ്ങൾ പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടോൺ ആരാ കണ്ടുപിടിച്ചത്? ഗോൾഡ് സ്റ്റീന് ചോദിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കെനാൻ റേസ്, ഇതിൽ കാഥോഡ് റേസിലും കെനാൻ റേസിലും അല്ലെങ്കിൽ ആനോഡ് റേസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. മാസ് ഓഫ് ഇലക്ട്രോൺ, ഇതൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമാണ്. 9.10 × 10⁻31 കിലോഗ്രാം ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ് ആറ്റംസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ്, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് ചോദിക്കും, ഒബ്സർവേഷൻ ഏതാ ചോദിക്കും, കൺക്ലൂഷൻ ഏതാനും ചോദിക്കും. കൂടാതെ റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ചോദിക്കും. എന്താണ് റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ആറ്റത്തിന്റെ പോസ്റ്റുലേഷൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് എഴുതി കൊടുക്കും. ഇത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് മോഡലും അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കാം അടുത്തത് എന്താണ്? ന്യൂ ഇസ് ഈക്വൽ ടു 1/λ, സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ഈ 2 ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കൂടിയാണ്. കൂടാതെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തിന്റെ കണക്കുണ്ട്, ന്യൂമറിക്കൽ ചോദിക്കുന്നുണ്ട്. ഇതിനെ തന്നെ ഞാൻ മാറ്റിയിട്ട് വേറെ രീതിക്കും കൂടി എഴുതി തരാം. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കണക്ക് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സമം h ഇൻറ്റു എന്താണ് c/λ, h(c/λ). ഇങ്ങനെ c/ന്യൂവിന്റെ പകരം c/λ ഇങ്ങനെ ഒന്നും കൂടെ നോക്കിയേ. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? c/λ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ന്യൂവിന്റെ പകരം c/λ കൊടുത്തുകൂടാ. അങ്ങനെ ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഒബ്സർവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ, ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഞാൻ എഴുതുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ എന്താണ്? ഇമ്പോർട്ടന്റ്. ഇവിടെ ഈ ഇക്വേഷൻസ് മൊത്തം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ബോർ മോഡൽ ചോദിച്ചിരിക്കും, പോസ്റ്റുലേറ്റ്സ് ചോദിക്കും, മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ചോദിക്കും. മെറിറ്റ്സ് തന്നെ ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കും. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഷെല്ലിന്റെ റേഡിയസ് കാണാനും ഫസ്റ്റ് ഷെല്ലിന്റെ എനർജി കാണാനൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്യാം. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഈ കാണുന്ന 2 നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം MV എന്ന് പറയുമ്പോൾ എന്താണ്? P ആണ്. കൈനറ്റിക് എനർജിയും എന്തും തമ്മിൽ റിലേഷൻ ഉണ്ട്, മൊമെന്റും തമ്മിൽ റിലേഷൻ ഉണ്ട്. p²/2m എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് P = എന്ത് കിട്ടും? √2mk എന്ന് കിട്ടും. √2mk എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മളിവിടെ MVക്ക് പകരം എന്ത് ചെയ്തത്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഈ 2 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക. അതിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ക്വാണ്ടം നമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓഫ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. അൺസോൾഡ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റീസൺ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫീൽഡ് ആൻഡ് എന്താണ്? കംപ്ലീറ്റ്ലി ഫീൽഡ് ഓർബിറ്റൽസിന്റെ എന്താണ്? സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസും പിന്നെന്താണ്? എനർജി ലെവലൊക്കെ തന്നെയാണ്. സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠത്തിൽ പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് വേഗം സെക്ഷൻ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി. എന്തൊക്കെ കാണണം? ഫ്രീക്വൻസി ആൻഡ് വേവ് നമ്പറും ഫ്രീക്വൻസിയും കാണാൻ വേണ്ടിയിട്ടാണ് എന്താ തന്നിട്ടുള്ളത്? റേഡിയേഷൻ ഹാവിംഗ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് ഓഫ് 400 നാനോമീറ്റർ ആണ്. നാനോമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാൻ 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് ചെയ്യണം? 400 × 10⁻⁹ ചെയ്താൽ മതി. അപ്പൊ അത് മീറ്ററിലേക്കായി. സോ നമുക്ക് എന്തറിയാം? ലാംഡ അറിയാം. അങ്ങനെയാണെങ്കിൽ വേവ് നമ്പർ കാണൽ എങ്ങനെയാണ്? ലാംഡയിൽ നിന്നും വേവ് നമ്പർ കാണാൻ 1/λ ആണ് വേവ് നമ്പർ. അതായത് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/400 × 10⁻⁹ ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. 1/400 × 10⁻⁹ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് 1/400 × 10⁻⁹ എന്താണ്?
നാനോമീറ്റർ 2.5 ഇൻറ്റു 10⁻⁶ ആണ് ആൻസർ. 2.5 ഇൻറ്റു 10⁻⁶ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഇൻവേഴ്സ് ആണ്. കാരണം എന്താണ്, ഇത് ലാംഡയുടെ യൂണിറ്റ് മീറ്റർ ആണ്. അതിന്റെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക, ലാംഡയുടെ റെസിപ്രോക്കൽ ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ മീറ്റർ ഇൻവേഴ്സ് വരും. രണ്ടാമത്തത് ഫ്രീക്വൻസി കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, C is equal to ന്യൂ ലാംഡ. നമ്മുടെ കയ്യിൽ സി ഉണ്ട്. സി ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കണം, 3 × 10⁻⁸ ആണെന്ന്. ന്യൂ ആണ് കാണേണ്ടത് ലാംഡ. അപ്പൊ നമുക്കറിയാം ന്യൂ എന്താ, അതിൽ നിന്ന് C/λ. സി എന്താണ്, 3 × 10⁸. നമുക്ക് കാണാൻ പഠിച്ചിരിക്കണം നിങ്ങൾ, എന്നാൽ മാത്രമേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 × 10⁸ ആണ് ലാംഡ. ഇവിടെ നമ്മളിപ്പോ കണ്ടെത്തി. ഇവിടെ ലാംഡ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 400 × 10⁻⁹. ഇതിന് നമുക്ക് എന്ത് ചെയ്താം, 3 × 10⁸. ഈ 10⁻⁹ മേലേക്ക് പോകുമ്പോൾ എന്താണ്, 10⁻⁹ മേലേക്ക് പോകുമ്പോൾ 10⁻⁹ ഡിവൈഡഡ് ബൈ 400 ഉണ്ട്. അപ്പൊ 3/400 ചെയ്ത് നോക്കിയേ. 3 എന്താണ് 400 ചെയ്യുമ്പോൾ 7.5 × 10⁻³ വരിക. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഓൾറെഡി എന്ത് വരും, A/m × A/n എന്താ, A/m+n ആണ്. അത് ചെയ്യുമ്പോൾ എന്തായി, 10⁻17 എന്ന് വരും. ഇനി ഇതിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 7.5 × 10⁻ എന്തായി 14 എന്ന് കിട്ടും. ഈ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നമ്മൾ ഹെഡ്സിലാണ് എടുക്കുന്നത്. സോ ഇത്രയുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ ശരിയാണ്, ഓക്കെ ആണ്, കറക്റ്റ് ആണ് രണ്ടും. സോ എന്താ, നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് 1 ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ. അതായത് ഒരു ക്വാണ്ടത്തിന്റെ ഒരു ക്വാണ്ടം, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം ഒരു ക്വാണ്ടത്തിന്റെ എന്താണ് റേഡിയേഷന്റെ എന്താ കാണുന്നത്, നമ്മളോട് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എനർജിയാണ് നമുക്ക് കാണുന്നത്. ഒരു ക്വാണ്ടത്തിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, എനർജി ഈസ് ഈക്വൽ ടു എന്താണ്, hν ആണ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ ആകെ ഒരു ഇക്വേഷനെ പഠിപ്പിക്കുന്നുള്ളൂ, E = hν. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇമ്പോർട്ടൻ്റ് ഇട്ടിൽ എഴുതി തന്നിരുന്നു, ഇത് പഠിച്ചോ. ഇതിൽ തന്നെ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിയതിൽ എന്താ ചെയ്തിട്ടുണ്ട്, E = hc/λ എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ അവർ ലാംഡ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, ലാംഡ 600 നാനോമീറ്റർ ആണ്. നാനോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി, 600നെ 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത് മീറ്ററിലേക്കായി. അപ്പൊ എന്താണ്, ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയത് നിങ്ങൾ, കാരണം നമുക്ക് ന്യൂ ഓൾറെഡി അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ മോഡിഫൈ ചെയ്തത്. അപ്പൊ എന്താ, H ഓൾറെഡി നമുക്കറിയാം, അറിഞ്ഞിരിക്കണം എന്താണ്, 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ആണെന്ന്, ഇൻറ്റു എന്താണ് 3 × 10⁸. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് വാല്യൂ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഇനി ഇതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 600 × 10⁻⁹. ഇനി പവറുകളൊക്കെ ഒരു ഭാഗത്തേക്കാക്കി മാറ്റാം, ബാക്കിയുള്ളവർ എഴുതാം. 6.626 × 3 ഡിവൈഡഡ് ബൈ 600 ഉണ്ട്. ബാക്കി പവറുകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എന്തായി, 10ന്റെ പവറുകൾ 10⁻⁻34 ഉണ്ട്, × 10⁸ ഉണ്ട്. താഴെ 10⁻⁹ ആണ്, അത് മേലേക്ക് പോകുമ്പോൾ എന്തായി 10⁻⁹ ആയി. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ, 6.626 × 3 ഡിവൈഡഡ് ബൈ 600 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ, 0.03313 ഇൻറ്റു ഇതോ ചെയ്ത് നോക്കി. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, -34 + 8 + 9 എന്താണ് ആൻസർ വരിക, 10⁻⁻17. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, 3ന്റെ പവർ ആക്കി മാറ്റുമ്പോൾ 3 × 313 ഇൻറ്റു ആക്കുമ്പോൾ എന്താണ്, ഒരു സ്ഥാനം അങ്ങോട്ട് മാറ്റിയാൽ അവിടെ ഒരു മൈനസ് ചേർക്കണം. അപ്പൊ 10ന്റെ പവർ മൈനസ് ആക്കണമെന്നാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ ഇതേ ആൻസർ ശരിയാണ്, പക്ഷെ ഞാൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിരുമ്പോൾ എന്താണ്, 2 സ്ഥാനം ഞാൻ മാറ്റി. അങ്ങനെയാണെങ്കിൽ 2 ടണ്ണിന്റെ പവർ എന്ത് ചെയ്യണം, ഞാൻ അവിടെ എന്ത് ചെയ്യണം, ഇത് ഈ 2 ടണ്ണിന്റെ പവർ മൈനസ് ചേർത്ത് എഴുതണം. 2 ടണ്ണിന്റെ പവർ എന്ത് ചെയ്യണം, മൈനസ് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ആൻസർ എന്താണ്, 3.313 × 10⁻⁻19 ആയി. ഇത്രയും എന്താണ്, ജൂളാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. റേഡിയേഷന്റെ ഇത് കാണാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ ആൻസർ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വെച്ച് നിർത്തിയാലും മതി. ഈ ഒരു സ്റ്റെപ്പ് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിച്ച ആ രൂപത്തിൽ നിങ്ങൾ എഴുതുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഡെസിമൽ മാറ്റുകയാണെങ്കിൽ മൈനസ് ചേർക്കണം ടണ്ണിന്റെ പവർ, ഇങ്ങോട്ടേക്കാണ് ഡെസിമൽ മാറ്റുന്നതെങ്കിൽ, ലെഫ്റ്റിലേക്കാണ് മാറ്റുന്നതെങ്കിൽ പോസിറ്റീവ് ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഫോർ എ മെറ്റൽ ഈസ് 7 × 10⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി. എന്താ കാണാൻ വേണ്ടിയിട്ടുള്ളത്, കൈനറ്റിക് എനർജി ആണ് കാണാൻ വേണ്ടത് ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് വെൻ ദ റേഡിയേഷൻസ് ഓഫ് ഫ്രീക്വൻസി എന്താണ് 1 × 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ് ഇസ് ദ മെറ്റൽ. ഒരു മെറ്റലിലേക്ക് എന്താണ് ഒരു ഇത്ര ഫ്രീക്വൻസിയിലുള്ള ഒരു റേഡിയേഷൻ വന്ന് വീണപ്പോൾ അവിടെ ഉണ്ടായ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കിവിടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, hν.
എച്ച് ന്യൂ ആണ്. എന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസി? അവിടെ വേണ്ട മിനിമം ഫ്രീക്വൻസി ആണ്. എന്തിനു വേണ്ടി? റിജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ അവിടെ പോകണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസി ആണ് എന്ത്? 7 × 10⁻14 സെക്കൻഡ് ഇൻവേഴ്സ്. അവിടെ വന്ന് വീണ അവിടെ അതായത് ആ ഒരു ലൈറ്റിലേക്ക്, ആ ഒരു ഭാഗത്തേക്ക് എന്താണ് ആ മെറ്റലിലേക്ക് വന്ന് വീണ ഫ്രീക്വൻസിനെ ഞാൻ ന്യൂ എന്ന് വിളിക്കുകയാണ്. എന്താണ് അത്? 1 × 10⁻15 ആണ്. ഏതതിൽ വലുത്? 1 × 10⁻15 കാരണം എന്താണ്? ഇങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി വലുതായാൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അവിടെ നിന്ന് ഇലക്ട്രോൺ പോവുള്ളൂ. ഇല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസിനേക്കാൾ താഴെയാണെങ്കിൽ ഇലക്ട്രോൺ അവിടെ നിന്ന് ഇജക്ട് ചെയ്ത് പോകില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി കൂടുതലായിരിക്കണം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നമ്മളോട് കൈനറ്റിക് എനർജിയാണ് കണക്കാക്കാൻ പറഞ്ഞുള്ളത്. നമുക്ക് ഇക്വേഷൻ അറിയാലോ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0. എച്ച് ഇതിൽ കോമൺ ആയതുകൊണ്ട് ഞാൻ എച്ചിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്താണ്? ന്യൂ മൈനസ് ന്യൂ 0. എന്ത് സിമ്പിൾ ഇക്വേഷൻ ആയി. ഇതിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ന്യൂ എന്താണ്? എച്ച് ഇൻറ്റു ന്യൂ എന്താണ്? ന്യൂ 1 × 10⁻15 മൈനസ് ന്യൂ 0 എന്താ? ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ് നമ്മൾ ന്യൂ 0 എന്ന് വിളിക്കുക. 7 × 10⁻14. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ആദ്യം നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തുക. എന്താ കണ്ടെത്തുക നോക്കി. ഓക്കെ, 1 × 10⁻15 10⁻15 എന്ന് അടിച്ചാൽ മതി. 10⁻15 മൈനസ് എന്താണ്? 7 × 10⁻14 7 × 10⁻14. ആൻസർ എന്താ വരിക? എച്ച് ഇൻറ്റു അതായത് എച്ചിന്റെ വാല്യൂ ഒന്ന് കൊടുത്തു നോക്കി. ഇനി എച്ചിന്റെ വാല്യൂ എന്താടാ? 6.626 × 10⁻−34 ഇൻറ്റു 3 ഇതിന്റെ ആൻസർ വരുമ്പോൾ എന്താ വരിക? 3 × 10⁻14 ആണ്. ഇനി ഇത് രണ്ടും ചെയ്ത് നോക്കിയേ. നമ്പേഴ്സ് മാത്രം ചെയ്യുക, ടണ്ണിന്റെ പവർ അങ്ങ് മാറ്റി വെക്കുക. നമ്പേഴ്സ് മാത്രം ചെയ്യുക, ടണ്ണിന്റെ പവർ അങ്ങ് മാറ്റി വെക്കുക. എന്താണ്? 6.626 × 3 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 90.878 × 10⁻−34 × 10⁻14 എന്ന് ലഭിക്കും. -34ഉം എന്താണ്? a⁻m × a⁻m+n എന്ന രൂപത്തിൽ എഴുതിയാൽ മതി. ബാക്കി എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 90.878 ഇൻറ്റു എന്താണ്? 34 - 34 + 14 20 ആണോ? യെസ്, -20 ആണ്. 10⁻⁻20. ഇതാണ് അപ്പൊ നമ്മുടെ കൈനറ്റിക് എനർജി. ഇത്രയും ജൂളാണ് നമ്മുടെ കൈനറ്റിക് എനർജി. ആൻസറും ശരിയാണോ നോക്കട്ടെ. യെസ്, ആൻസർ എന്താണ്? ശരിയാണ്. ഇതിന് നമ്മൾ 1.987 × 10⁻−19 എന്ന് എഴുതും. അതും ശരിയാണ്, ഇതും ശരിയാണ്. ഏത് ആൻസർ കിട്ടിയോ നിങ്ങൾക്ക് ശരിയാണ്. ഈ നമ്പർ ഉണ്ടോ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി ഇത്രയും ചൂടാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ മനസ്സിലാവുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. എടാ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈൻ ഇൻ ദ ബാൽമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പം ബാൽമർ സീരീസിലെ ആദ്യത്തെ ലൈനിൽ ഹൈഡ്രജൻ സ്പെക്ട്രയിൽ ബാൽമർ സീരീസ് ഉണ്ട്. ആ ബാൽമർ സീരീസിന്റെ ആദ്യത്തെ ലൈനിന്റെ വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ഒന്നുമില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഈ ഒരു സീരീസിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ആകെ അറിയാവുന്ന ഒരു ഇക്വേഷൻ ന്യൂ ബാർ കാണാനുള്ള ഇക്വേഷൻ ആണ്. എന്താണ്? 10.9677 RH ആണ്. റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു 1/n1² - 1/n2². ഇതിൽ n1 n2 കിട്ടിയാൽ മാത്രം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കുക, n1 എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് വരുന്നത്? ബാൽമർ സീരീസ് ആണെങ്കിൽ അത് വരുന്നത് രണ്ടാമത്തെ ലൈനിലേക്കാണ്. 2 ആണ് n1. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. 2 ആണ് n1 എന്ന്. n2 എന്താണ്? എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? എവിടുന്നാണ്? ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ അത് വരുന്നത് 3ൽ നിന്നാണ്. ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ അത് എവിടുന്ന വരിക? 3ൽ നിന്നാണ് വരുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ ഒരു ഭാഗം. n1 എന്താണ്? ബാൽമർ സീരീസിൽ n1 എന്താണ്? n2 എന്താണ്? പിന്നെ അതുപോലെ തന്നെ പാഷൻ, പിഫണ്ട്, ഓരോന്നിന്റെ n1 n2 നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് കമന്റ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് തീരെ അറിയില്ല, ഒന്ന് കമന്റ് ചെയ്യാൻ. ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇതിന്റെ എവിടേക്കാണ് വരുന്നത്? ബാൽമർ സീരീസ് ആയതുകൊണ്ട് 2ലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ലൈൻ ആയതുകൊണ്ട് 3 വരിക. ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ, ആദ്യം തന്നെ ലേമാൻ സീരീസ് ആണെങ്കിൽ 1ലേക്കാണ് വരിക. 2, 3, 4 അങ്ങനെയുള്ള അവിടെ നിന്നാ വരിക. ബാൽമർ സീരീസ് ആണെങ്കിൽ 2ലേക്കാണ് വരിക. 3, 4, 5ൽ നിന്നൊക്കെയാണ് വരിക. അടുത്തത് ബ്രാക്കറ്റ് ആണെങ്കിൽ 3ലേക്കാണ് വരിക. 4, 5, 6ൽ നിന്നൊക്കെയാണ് വരിക. പാഷൻ ആണെങ്കിൽ 4ലേക്കാണ് വരിക. 5, 6, 7ൽ നിന്നൊക്കെയാണ് വരിക. അടുത്തത് പിന്നെ പിഫണ്ട് ആണെങ്കിൽ 5ലേക്കാണ് വരിക. 6, 7, 8ൽ നിന്നാണ് വരിക. ഓക്കെ ആണോ? അങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി സിമ്പിൾ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇതൊന്നും ചെയ്ത് 10.9677 × 1/n1² 1/2² - 1/3² ചെയ്താൽ പോരെ. എന്താണ്? 10.9677 ×
1/4 മൈനസ് 1/9. ഇതിന്റെ ആൻസർ എന്താ വരിക? 1096/77 ഇൻറ്റു എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 - 4/9 × 4 36. ഓക്കെ ആണോ? 9 - 4 5 ആണ്. അപ്പൊ 1096/77 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 36 ആണല്ലോ ഇതിന്റെ ആൻസർ. ഒന്ന് ചെയ്ത് നോക്കുക. 1096/77 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 36. ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 15.23 ഇൻറ്റു 10³ ആണ്. 15.23. ആൻസർ ശരിയാണോ നോക്കട്ടെ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒരു 5/36 5 1096/77 ഇൻറ്റു 5/36 1096/77 ഇൻറ്റു 5/36 ചെയ്ത് നോക്കി. 5/36 is equal to 0.133 ഇൻറ്റു 1096/77. എന്താടാ ആൻസർ? 1523. ഓക്കെ, 1523 ഇൻറ്റു 10³ തന്നെയാണ്. ഞാൻ എഴുതിയതിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. എന്നാല് ഓക്കെ ആണോ? ഇത്രയും ഇൻറ്റു എന്താണ് ഇനി ന്യൂ ബാർ ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ന്യൂ ബാറിൽ നിന്ന് ലാംഡ എങ്ങനെ കാണാം? സിമ്പിൾ ആണ്. ന്യൂ ബാറിൽ ലാംഡ കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ 1/λ ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ കാണാൻ എന്ത് ചെയ്താൽ മതി? അതിനങ്ങോട്ട് പറഞ്ഞാൽ മതി. 1/ന്യൂ ബാർ ആണ്. സിമ്പിൾ. അപ്പൊ ന്യൂ ബാർ നമ്മൾ ഓൾറെഡി കണ്ടെത്തി. എന്താണ്? 50.23 ഇൻറ്റു 50.23 ഇൻറ്റു 10³ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ 1/50.23 കാണുക. ഇത് മേലേക്ക് പോകുമ്പോൾ 10⁻³ ആണെന്ന് മനസ്സിൽ വെക്കുക. അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കറക്റ്റ് ആണ് കാണുക. ഞാൻ എൻ്റെ രീതിക്ക് കാണാൻ പോകുക, നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് കാണാം. 1/50.23 1/50.23 എന്ന് പറയുന്നത് 0.0656 ആണ്. ഇൻറ്റു 10⁻³ ആണ്. ഞാൻ പറഞ്ഞു ഞാൻ 6ലേക്ക് ആക്കാൻ പോവാണ്. 6.56 ഇൻറ്റു 2 സ്ഥാനം മാറ്റി ഞാൻ എന്ത് ചെയ്യും? അവിടെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 6.56 ഇൻറ്റു 10⁻⁵ ആണ്. ഇത്രയും ഇത് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇക്വേഷനിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സെന്റിമീറ്ററിലാവും വരിക. ഈ ന്യൂ ബാർ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് വരിക സെന്റിമീറ്ററിൽ. ആൻസർ ഒന്ന് കറക്റ്റ് ആണോ നോക്കട്ടെ. ഒരു മിനിറ്റ്. ആൻസർ ന്യൂ ബാർ കാൽക്കുലേറ്റ്. ഓക്കെ, 56 കറക്റ്റ് ആണ് ആൻസർ. അതിനാണ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓൾസോ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. ആദ്യം നമ്മളോട് ഒരു ഓർബിറ്റ് കണ്ടിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ എനർജിയും റേഡിയസും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കറിയാലോ. എനർജി ഓഫ് ദ ഓർബിറ്റ് കാണാൻ En is equal to എന്താടാ? -RH ഇൻറ്റു Z²/n² എന്ന് പറഞ്ഞ ഫോർമുല. ഇവിടെ നമുക്ക് അറിയാത്ത എന്തൊക്കെയാണ്? -RH നമുക്കറിയാം എന്താണ്? -2.18 ഇൻറ്റു 10⁻⁻18 ആണ്. ആൻഡ് എന്താണ്? Z² എന്താണ്? Z² എന്താണ്? ഇവിടെ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. n എന്താ? ഇവിടെ എത്രാമത്തെ ഓർബിറ്റ് ആണ്? സെക്കൻഡ് ഓർബിറ്റ് ആണ്. അപ്പൊ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എന്താണ്? En എത്രാമത്തെ എനർജിയാണ്? എത്രാമത്തതിന്റെ? രണ്ടാമത്തതിന്റെ. എനർജി ഓഫ് 2 -RH -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1² എന്ന് പറയുമ്പോൾ 1 ആണ്. 2² എന്ന് പറയുമ്പോൾ അത് 4 ആണ്. ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ എന്ത് ചെയ്യുക? 2.18 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? -0.545 ഇൻറ്റു 10⁻⁻18. ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ? -5.45 ഇൻറ്റു ഒന്ന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ -19 എന്ന് കിട്ടും. നിങ്ങൾക്ക് എനർജി കിട്ടിയാൽ അത് ജൂളിലാണ് ഉണ്ടാവുക. എനർജി ശരിയാണോ നോക്കട്ടെ. -5.545 ഇൻറ്റു ജൂൾ. ഒരു ആറ്റത്തിനായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജൂൾ മതി നമുക്ക്. ഓൾറെഡി വെറുതെ കുറെ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇനി അടുത്ത Rn എന്താണ്? റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n² ഇൻറ്റു a0. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയണം? n അറിയണം. n എത്രാമത്തെ ഓർബിറ്റ് ആണ് നമ്മളിത്? n എത്രാമത്തെയാണ് നമ്മൾ? രണ്ടാമത്തത്. a0 എന്താ? അവിടെ 52.9 പൈക്കോമീറ്റർ. 52.9 എന്താണ്? പൈക്കോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ചെയ്ത് R2 ഒന്ന് ചെയ്തേരാ. എന്താണ്? n² പകരം 2² ഇൻറ്റു 52.9 ആണ്. 4 ഇൻറ്റു 52.9 4 ഇൻറ്റു 52.9 ആണ്. എന്താണ്? 4 ഇൻറ്റു 52.9 അതെന്ന് പറയുന്നത് എന്താണ്? 11.6 ആണ്. ഇത്രയും പൈക്കോമീറ്റർ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ. വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ
മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട് 100 മീറ്റർ പെർ സെക്കൻഡ്. ഇവർ നമുക്ക് പിന്നെ വേറൊരു ക്ലൂ കൂടെ തന്നിട്ടുണ്ട്. മാസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ മാസ് എന്താണ്? നമുക്ക് ഇവിടെ വേവ് ലെങ്ത് കാണാൻ ആകെ ഒരു ഇക്വേഷൻ അറിയുള്ളൂ. വെലോസിറ്റി തന്നാൽ h/mv ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാസ് വേണമല്ലോ. മാസ് തരാതിരിക്കുന്നതിന് കാരണം അവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോണിന്റെ മാസ് പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത്രയോട് നമുക്ക് എന്ത് ചെയ്യാം? 9.1 × 10⁻31 കിലോഗ്രാം ആണ് മാസ് എന്ന് പറയുന്നത്. അതിന്റെ h ഒക്കെ നമുക്കറിയാം, ഒന്നുകൂടി കുഴപ്പമില്ല. 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് എന്താടാ? 9.1 × 10⁻31 ഇൻറ്റു വെലോസിറ്റി എന്താണ്? 100. നമുക്ക് എന്ത് ചെയ്യാം? സംഖ്യകളൊക്കെ ഒരു ഭാഗത്ത് വെക്കാം, 10ന്റെ പവറിനൊക്കെ മേലെ കൊണ്ടുപോകും ചെയ്യാം. 6.626 ഇൻറ്റു ഞാൻ കുറച്ച് മാറ്റി എഴുതാം. അതിൻ്റെ അടിയിൽ എന്താണ്? 9.1. ഇനി ഞാൻ 100ന് നമ്മൾ എന്തെന്ന് പറയും? 10² എന്ന് പറയില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഓൾറെഡി 10⁻34 ഉണ്ട്. ഇൻറ്റു 10⁻31 മേലേക്ക് പോകുമ്പോൾ 10⁻31 ഇൻറ്റു 100 എന്താണ്? 10² ആണ്. മേലേക്ക് പോകുമ്പോൾ 10⁻2. 10² ആണ് 100. അത് മേലേക്ക് പോകുമ്പോൾ എന്താണ്? 10⁻2 ആണ്. സോ നമുക്ക് ഇത് മാത്രം ചെയ്താൽ പോരെ. 6.626 ഡിവൈഡഡ് ബൈ 6.626 ഡിവൈഡഡ് ബൈ എന്താണ്? 9.1. ആൻസർ എന്ന് പറയുന്നത് 0.728 ഇൻറ്റു ഇത് ചെയ്ത് നോക്കിയാൽ -34 പ്ലസ് 31. ഇത് നിങ്ങൾ എത്ര ചെയ്താൽ മതി? 34 31 -2 കൂട്ടുക. -34 പ്ലസ് 31 -2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് -5 എന്ന് കിട്ടും. അതിന് 10ന്റെ പവറാക്കി അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇതിനെ തന്നെ നമ്മൾ എങ്ങനെ എഴുതും? 7.28 × 10⁻². ഒന്ന് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ -6 ആയി മാറി. എന്താണ്? ലാംഡയാണ്. ഇക്വേഷൻ മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? മീറ്ററിലാണ്. ആൻസർ ശരിയാണ് നോക്കട്ടെ. ശരിയാണ്, കറക്റ്റ് ആണ്. സോ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് മാസിന്റെ പകരം എന്താണുള്ളത്? ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് തിരിച്ചറിയുകയും കൂടി വേണം. സോ എന്ത് ചെയ്യാം? നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്. ദ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻31 കിലോഗ്രാം. ഇഫ് കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തും കൈനറ്റിക് എനർജി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പൊ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ എന്താണ്? റൂട്ട് 2 × m × k. 2 × m × k എന്നതാണ്. നമുക്കറിയാം. ഇതല്ലാതെ ഞാൻ വെറുതെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ല നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? സിമ്പിൾ ആയിട്ട് 12mv². നമുക്ക് m അറിയാം. കൈനറ്റിക് എനർജി എന്ന ഇക്വേഷൻ എന്താ? 12mv². അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? 12mv² അല്ലേ? ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി അവർ ഓർഡർ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, ഹാഫ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ v² എന്ന് കണ്ടുപിടിച്ചൂടെ? ആ v² റൂട്ട് എടുത്താൽ v കിട്ടൂലേ? v കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? mv ഇട്ട് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ലാംഡ കണ്ടുപിടിച്ചൂടെ? ഈ ഇക്വേഷൻ അറിയാത്തവർ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. v² കാണാം, v കാണാം, mv ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതറിയുന്നവർക്ക് നേരിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. നേരിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി തന്നതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. തന്നതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് 2 മെത്തേഡ് ഞാൻ പറഞ്ഞു. തന്നതൊക്കെ ഒന്ന് നോക്കിയറാം. മാസം എന്താണ് ഇവിടെ? എന്താണ്? 9.1 × 10⁻31 കിലോഗ്രാം. കൈനറ്റിക് എനർജി എന്താ അവിടെ? 3 × 3.0 എന്ന് പറഞ്ഞാൽ 3 × 10⁻23 ജൂൾ ആണ്. ഇത് അതിലൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിയാൽ ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ എന്താണ്? റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് എന്ന് പറഞ്ഞാൽ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു എന്താണ്? അടുത്തത് കൈനറ്റിക് എനർജി എന്താ അവിടെ? 3 × 10⁻23 അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള മാത്രം നിങ്ങളൊന്ന് ആദ്യം കണ്ടേ. h എന്ന് തന്നെ എഴുതുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഈ വാല്യൂ ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം? അതിന് h എന്ന് എഴുതി. എന്താണ്? നിങ്ങൾ ആദ്യം ഈ വാല്യൂ റൂട്ട് എടുക്കാതെ ഈ വാല്യൂ കണ്ടേ. 2 × 9.1 ഇൻറ്റു 2 × 9.1 ഇൻറ്റു 3 എന്താണ്? 54.6 × 10⁻³ എത്രയാണ്? 31 ഉണ്ട്, 23 ഉണ്ട്. അത് ചെയ്ത -31 -23 അല്ലേ? ആൻസർ എന്ന് പറയുന്നത് -54 ആണല്ലോ. ഇനി ഇതിന്റെ റൂട്ട് ഒന്ന് എടുത്ത് നോക്കി. താഴെയുള്ള ഇതിന്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത്. റൂട്ട് ഓഫ് h ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇത്രയാണ് വേണ്ടത്. ഞാൻ ഈ വാല്യൂ ഒന്ന് ആദ്യം ഉള്ളിലുള്ള ഒന്ന് കണ്ടുന്നുള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഈക്വൽ ടു എന്തായി? ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? h ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇത്രയും ചെയ്ത് നോക്കിയാൽ റൂട്ട് ഓഫ്
54.6 into 10⁻⁻54. ഇതൊക്കെ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അത്യാവശ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 7.389 39 എടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ 389 എന്ന് എടുക്കാം. 389 into 10⁻27 ആണ് ഇവിടെ ആൻസർ വരിക. നേരെ എന്ത് ചെയ്യാം, ലാംഡയുടെ എച്ചിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് നേരിട്ട് ലാംഡ ഇട്ടുള്ള എച്ച് എന്താണ് 6.626 into 10⁻34. ഈ 10⁻27 എന്ത് ചെയ്യും, മേലേക്ക് വരുമ്പോൾ 10⁻27 ഡിവൈഡഡ് ബൈ ഇവിടെ ആര് മാത്രമുണ്ട് 7.389 7.389 ഉണ്ട്. ആൻസർ എന്താണ് മക്കളെ 6.626 ഡിവൈഡഡ് ബൈ എന്താണ് 7.389 ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ് 0.897 ഇൻറ്റു ഇവിടെ എന്താ വരിക 27ക്ക് 3 കൂട്ടി 34 7 എന്ന് വരും. 10⁻⁻7 ആണ് ആൻസർ. ഇതിനൊന്നും കൂടി സെറ്റപ്പ് ആക്കി എഴുതി കഴിഞ്ഞാൽ 97 into 10⁻8 എന്ന് വരും. ഇവിടെ എന്താണ്, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് കൈൻഡിക്കൻസ് ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക, എല്ലാ SI യൂണിറ്റിലാണ്, എന്താണ് മീറ്ററിൽ തന്നെയാണ് വരിക. ആൻസർ ഒന്ന് ശരിയാണ് നോക്കട്ടെ, കറക്റ്റ് ആണ് ആൻസർ. സോ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യടാ, ഞാൻ പറഞ്ഞ ആദ്യം ½ mv², കൈനറ്റിക് എനർജി = ½ mv² എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് v² കാണാം, v കാണുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ലാംഡ = h/mv ഇട്ട് കൊടുക്കുക. വേഗം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഭാഗം നമ്മൾ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഈസ് 10 പൈക്കോമീറ്റർ ആണ്. കാൽക്കുലേറ്റ് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. അൺസർട്ടനിറ്റി എന്ന് കേട്ടാൽ നിങ്ങൾ മറ്റേ ഇക്വേഷൻ എഴുതിക്കുക, ഏതാണ് Δx into Δp = h/4πa. ഇതിലും ടഫായ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഞാനിവിടെ സിമ്പിൾ ആയ എക്സാമ്പിളാണ് കാണിച്ചിരുന്നത്. എല്ലാത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്നുള്ള എൻ്റെ ലക്ഷ്യം. അപ്പൊ എന്താണ് Δx into Δp = h/4π ആണ്. ഇവിടെ Δx എന്നുണ്ടല്ലോ, Δx ആണ് ഈ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 പൈക്കോമീറ്റർ ആണ്. പൈക്കോമീറ്ററിന് മാറ്റാൻ വേണ്ടി നിങ്ങൾ 10⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും മീറ്റർ ആണിത്. അപ്പൊ എന്താണ് നമ്മളോട് എന്താ കാണാൻ പറ്റുള്ളത്, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആണ് കാണാൻ, Δp കാണാൻ പറ്റുള്ളത്. അങ്ങനെ Δp അവിടെ എന്താണ് മക്കളെ വരിക h/4π into Δx എന്നല്ലേ വരിക. എച്ചിന്റെ വാല്യൂ എന്താണ് 6.626 into 6.626 into 10⁻34 ഡിവൈഡഡ് ബൈ 4 into 3.14 into എന്താണ് Δx എന്താണ് 10 into 10⁻12 ആണ്. 10ന്റെ പവറുകളൊക്കെ മേലെ പോട്ടെ, ബാക്കിയുള്ളവരൊക്കെ താഴത്തേക്കട്ടെ. 6.626 ഡിവൈഡഡ് ബൈ എന്താണ് 4 into 3.14 ഇവിടെ നിൽക്കും. 4 into 3.14 ബാക്കി ആര് പോവും 10 into 10⁻1 into 10⁻12 എന്ന് പറഞ്ഞാൽ എന്താ 10⁻11 അല്ലേ. ഓൾറെഡി മേലെ 10⁻34 ഉണ്ട്. 10⁻11 മൈനസ് അല്ല, 10⁻11 മേലേക്ക് പോകും. -11 ആയിട്ട് അവിടെ നിൽക്കുന്നത്. കാരണം എന്താ A/m ചെയ്ത് നോക്കിയാൽ നിങ്ങൾ, അപ്പൊ -11 എന്ന് കിട്ടും. ആ -11 മേലേക്ക് പോകുമ്പോൾ 10⁻11 ആയി. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 6.626 divided by 4 into 3.14. ആൻസർ എന്ന് പറയുന്നത് എന്താണ് 0.527 into എന്താണ് -34 + 11 എന്താ വരടാ 10⁻23 ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ. മൊമെന്റം ആയതുകൊണ്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. ആൻസർ എന്ന് പറയുന്നത് ഓക്കെ കറക്റ്റ് ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 5 പോയിന്റ് നിങ്ങൾക്ക് ആക്കി എഴുതാം. ഞാൻ വേഗത്തിൽ തീർത്താണ്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാം. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ മാസാണ് തരുന്നതെങ്കിൽ മൊമെന്റത്തിന്റെ പകരം നിങ്ങൾക്ക് ഈ പൊസിഷന്റെ പകരം മാസാ തരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം m into Δv എന്നൊക്കെ ഇട്ട് ചെയ്യാം. m into Δv യൂസ് ചെയ്യാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി മാറ്റി എഴുതാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം. സോ എന്ത് ചെയ്യുക, വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മോഡലാവും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ പാഠത്തിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അടുത്തത് ഏത് ചാപ്റ്റർ ആണെന്ന് എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പറ്റുകയാണെങ്കിൽ ഇടാം, കാരണം നമുക്ക് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഓർഗാനിക്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒന്നുമില്ല, കാരണം അതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. സോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സജഷൻ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ.